Good morning. Welcome to day 2 of my healthy lifestyle challenge. ഇന്ന് ഞാൻ ചൂസ് ചെയ്യുന്നത് പെർഫെക്ഷൻ അല്ല, കൺസിസ്റ്റൻസിയാണ്. എവറി ഹെൽത്തി ചോയ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതൊരു ലൈഫ് സ്റ്റൈലായിട്ടാണ് ഈ മാറുന്നത്. മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് ചെയ്യുന്നത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതാണ്. അറൗണ്ട് 7 to 8 hours നമ്മൾ സ്ലീപ്പ് ചെയ്യുമ്പോൾ ഈ ബോഡിക്ക് കിട്ടുന്നില്ലല്ലോ വെള്ളം. So, morning hydration is a simple way to start the day feeling refreshed. Sometimes നമ്മൾ complicated routines search ചെയ്യും, but honestly, the simplest habits are often the one that make the biggest difference. After that, I'm getting ready for breakfast and meal prep. ബിഫോർ ഞാൻ ടൈം ഇല്ല എന്ന് പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതായിരുന്നു. അത് നിങ്ങൾക്കറിയാലോ, ബ്രേക്ക്ഫാസ്റ്റേ കഴിക്കില്ലായിരുന്നു. ബട്ട് നൗ ഐ റിയലൈസ് ബ്രേക്ക്ഫാസ്റ്റ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഈറ്റിംഗ്. It's about giving your body the energy it needs to start the day. ഹെൽത്തി ഫുഡ് കഴിക്കുന്നത് പണിഷ്മെൻ്റ് ഒന്നുമല്ല. ഇറ്റ്സ് ആക്ച്വലി എ വേ ഓഫ് സേയിങ് താങ്ക് യു ടു യുവർ ബോഡി. നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ മറക്കില്ലല്ലോ, ബട്ട് നമ്മളുടെ ബോഡിക്ക് പ്രോപ്പർ ഫ്യൂൽ കൊടുക്കാൻ പല പ്രാവശ്യം നമ്മൾ മറക്കും. വൺ തിങ് ഐ എം ട്രൈങ് ടു ലേൺ ഇസ് മീൽ പ്രിപ്പറേഷൻ. ഹെൽത്തി ഫുഡ് റെഡി ആയിരുന്നാൽ അൺഹെൽത്തി ചോയ്സസ് നാച്ചുറലി കുറയും. അത് ഞാൻ നിങ്ങളോട് ഇന്നലെയും പറഞ്ഞതല്ലേ. When we are hungry, we usually choose whatever is quickest. But if healthy food is already prepared, making better choices become much easier. This journey isn't only about weight, it's about feeling stronger, having more energy, improving my mood and taking care of myself. Sometimes നമ്മൾ ഹെൽത്തിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത് പ്രോബ്ലംസ് വരുമ്പോൾ മാത്രമാണ്. അതാണിപ്പം എനിക്കും തോന്നിയത്. ഞാനും ഇതേപോലെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ചൂസ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ എടുത്ത് കണ്ടോളൂ. ദ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കൊണ്ടാണ് ഞാനിപ്പോൾ ഹെൽത്തി ചൂസ് ചെയ്തത്. ബട്ട് അവർ ബോഡി വർക്ക്സ് ഫോർ അസ് എവറി സിംഗിൾ ഡേ. ഇറ്റ് ഡിസേർവ് കെയർ എവറി സിംഗിൾ ഡേ ടു എന്ന് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. അനദർ തിങ് ഐ എം ട്രൈങ് ടു ഇംപ്രൂവ് ഇസ് മൈൻഡ്ഫുൾ ഈറ്റിംഗ്. Eating slowly and paying attention to your meal can help you enjoy your food more and notice when you are comfortably full. സോ എൻ്റെ ബ്ലൂബെറി ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. ഇതെൻ്റെ മോർണിംഗ് ഡ്രിങ്ക് ആയിട്ടാട്ടോ ഞാൻ കുടിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് വേറേതാണ്, അപ്പം ഞാൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടുവരും. ഇപ്പം ഞാൻ ഫുഡ് അങ്ങനെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് റിപ്പീറ്റായിട്ട് ചെയ്യണത്. പല ദിവസങ്ങളിൽ ഇനി പലതായിരിക്കും. ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരും, കാര്യം ഫുഡ് നമ്മൾ വേസ്റ്റ് ആക്കരുതല്ലോ. ടുഡേയ്സ് മീൽ ഇസ് കീൻവ സാലഡ്. ഹോണസ്റ്റ്ലി ഇത് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നവർക്ക് ആണുണ്ടെങ്കിൽ പേടിക്കണ്ട. ന്യൂ ഫുഡ്സ് ട്രൈ ചെയ്യുന്നത് ഡിഫിക്കൽട്ടായി തോന്നും, ബട്ട് വൺസ് യു ഫൈൻഡ് റെസിപ്പീസ് യു എൻജോയ് ഇറ്റ് ബിക്കംസ് മച്ച് ഈസിയർ. ശരിക്കും എനിക്ക് തോന്നിയ ഒരു കാര്യം, എനിക്കറിയാം ഞാൻ വെജിറ്റബിൾസും കാര്യങ്ങളും ഒന്നും കഴിക്കാത്തത്, പക്ഷെ ഇപ്പം ഞാൻ പയ്യെ അതൊക്കെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. Quinoa is a great source of protein and fiber. Fiber helps keeps us feeling full for longer, and protein is important for maintaining your muscles and keeping the body functioning well. അതുകൊണ്ട് ബാലൻസ്ഡ് മീൽ ക്രിയേറ്റ് ചെയ്യാൻ ഇത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. Now I'm adding cucumber, tomatoes, sweet corns and other vegetables. പ്ലേറ്റിൽ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ടെങ്കിൽ യൂഷ്വലി അത് ഡിഫറെൻറ്റ് വൈറ്റമിൻസ് മിനറൽസ് കിട്ടുന്നതാണ്. So instead of thinking I can't eat this or that, try thinking what healthy things can I add to my plate today. സോ ഇന്ന് ഞാൻ അവക്കാഡോ സ്മൂത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കുടിക്കുന്നത്. എൻ്റെ സ്റ്റൊമക്ക് നന്നായിട്ട് ഫുള്ളായിട്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ മീലായിട്ട് നമ്മുടെ കീൻവ സാലഡ് കഴിച്ചുകൊണ്ടിരിക്കണേ. ഐ എം സോ ടയേർഡ്. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണേണ്, പ്രൊമോഷൻ വീഡിയോ എഡിറ്റ് ചെയ്യണ അങ്ങനെയൊക്കെ. പിന്നെ ഈ ചൂടിൻ്റെ ഒക്കെ സാറ്റർഡേ ഞാൻ പറഞ്ഞിട്ടില്ല, സാറ്റർഡേ എപ്പോഴും എൻ്റെ റെസ്റ്റിംഗ് ഡേ ആയിരിക്കും. ഞാൻ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യണോണ്ടും പിന്നെ ഇങ്ങനെ ബിസി ആയിരിക്കണോണ്ടും ഞാൻ സാറ്റർഡേ എപ്പോഴും കിടക്കണമായിരിക്കും. ഞാൻ കിടക്കണമെന്ന് വെച്ച് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളും ഞാൻ സാറ്റർഡേ തന്നെ ആട്ടോ ചെയ്യണം. അപ്പം അതും ഞാൻ ചെയ്യും. അപ്പോൾ സാറ്റർഡേസ് ഇങ്ങനെയാണ്. ഹലോ, അപ്പം ഇന്നത്തെ എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റിയില്ല, പക്ഷേ ഞാൻ ഇനിയുള്ള വ്ളോഗൊക്കെ കംപ്ലീറ്റ് ആക്കി എടുക്കാട്ടോ. എനിക്ക് സജഷൻസ് വന്നിരുന്നു. ഞാൻ എന്തായാലും തുടക്കം തൊട്ട് അവസാനം വരെ കറക്റ്റായിട്ട് എടുക്കാൻ നാളെ തൊട്ട്. ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഭയങ്കര തിരക്കായിരുന്നു. എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു പ്രൊമോഷൻ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിൽസ് ചെക്ക് ചെയ്യാറുണ്ട്. കുറേ മെയിൽസൊക്കെ ഞാനിങ്ങനെ നമ്മൾ കാണില്ല. എനിക്ക്
എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഉണ്ട്, അതല്ലാതെ ഇപ്പോൾ ഇതിന് വേണ്ടി മാത്രം കൊളാബിൻ്റെ വേറൊരു അക്കൗണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ നമ്മൾ വരുമ്പോഴേക്കും നമ്മളിങ്ങനെ വിട്ടുപോകും, കാണില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്ന് ചെക്ക് ചെയ്യണമായിരുന്നു. പിന്നെ ഇതേപോലെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു, സാക്കിന് ഫുഡ് കൊടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ തിരക്കായിപ്പോയി. അപ്പോൾ എനിക്ക് വീഡിയോ മര്യാദയ്ക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഷോർട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. യെസ്, അപ്പോൾ ഞാൻ ഇന്നത്തെ ഇപ്പോൾ വൈകിട്ട് വരെ ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചായിരുന്നു. അത് റൈസും ചിക്കനുമാണ് കഴിച്ചത്. അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ എപ്പോഴും ഷെയർ ചെയ്യില്ല, ഞാൻ യൂട്യൂബിൽ മാത്രമേ ഷെയർ ചെയ്യുള്ളൂ. ഇതേപോലെ എൻ്റെ സ്റ്റോറി ഇതേപോലെ ഞാൻ കാണിക്കും നിങ്ങളെ. ഇതിപ്പോൾ ഞാൻ സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ഇനിയുള്ള വീഡിയോസ് ഞാൻ എടുക്കാം കേട്ടോ. അങ്ങനെ സജഷൻ വന്നത് കൊണ്ട് ഞാൻ ഓഫ് കോഴ്സ് അതെടുക്കാം. അല്ലാതെ എനിക്ക് തോന്നുന്നു എന്താണ് എന്താ പറയുക, വേറെ വീഡിയോസിന് വേണ്ടിയും എനിക്ക് വന്നിരുന്നത് അത് ലോങ് വീഡിയോ ആണ്. അങ്ങനെയുള്ളപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയും അല്ലാതെ മോർണിംഗ് ആ വീഡിയോ അങ്ങനെ ചെയ്യാം കേട്ടോ. ഇടയ്ക്ക് ഞാൻ വേറെ വീഡിയോസും ലോങ്ങിലിടും. പക്ഷേ ഇത് ഡെയിലി നിങ്ങൾ എൻ്റെ ഡെയിലി ലൈഫ് കാണുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ അപ്പോൾ ഞാൻ കുറച്ച് കിടക്കണമെന്ന് വിചാരിച്ച് കിടന്നു. പക്ഷേ എനിക്ക് കിടക്കാനും പറ്റിയില്ല, ഉറങ്ങാനും പറ്റിയില്ല. പിന്നെ എനിക്ക് വീട്ടിൽ പോലും വിളിക്കാൻ പറ്റില്ല, അത്രയും ഞാൻ തിരക്കായിരുന്നു. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇനി വർക്കൗട്ട് കാര്യങ്ങൾ ഞാൻ കാണിക്കില്ല, ബിക്കോസ് ഞാനത് എക്സ്പേർട്ടല്ല, ഞാൻ തുടങ്ങാനേ ഞാൻ വർക്കൗട്ട് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ എനിക്കൊരിക്കലും പറയാൻ പറ്റില്ല, ഒരിക്കലും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. കാര്യം അത് ഞാൻ പഠിക്കണേ ഉള്ളൂ, അതിനെക്കുറിച്ച് പഠിക്കണേ ഉള്ളൂ. പിന്നെ അത് എല്ലാം ഞാൻ ട്രെയിൻഡ് ആൾക്കാരെ വെച്ചിട്ടാണ് എല്ലാം ചെയ്യണത്. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, എനിക്ക് സത്യം പറഞ്ഞാൽ വണ്ണം വെക്കാനോ ഒന്നുമല്ല, എനിക്ക് മെൻ്റലി ഹെൽത്തി ആക്കണം എന്നുള്ളൊരു തോട്ട് വന്നതുകൊണ്ട് മാത്രമാണ്. കാര്യം ഇതേപോലെ ഹോർമോൺ ചേഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ഹെൽത്തും കൂടി ബാലൻസ് ആക്കി അത് നല്ലതായിരിക്കുമല്ലോ, അതുകൊണ്ടാണ് ഞാനത് ചെയ്യണത്. അത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഈ വീഡിയോയിൽ ഒന്നും കൂടി എടുത്ത് ഞാൻ പറയണേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് വെയിറ്റ് ലൂസിൻ്റെയും ഇത് കാണണമെങ്കിൽ എന്നോട് പറയാം, ബിക്കോസ് ബാലു ചെയ്യുന്നുണ്ട്, ബാലുവിന് നല്ല റിസൾട്ട് വന്നതാണ്. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്നോട് പറഞ്ഞേക്ക്, ഞാനൊരു ഷോർട്സ് ഇട്ടേക്കാം. കാര്യം ലോങ് വീഡിയോ എൻ്റെ അത്ര പോകാറില്ല, ഷോർട്സാണ് എൻ്റെ കൂടുതലും ഇങ്ങനെ കയറുന്നത്. അപ്പോൾ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടേക്കാം, അല്ലാതെ ഇത് ചോദിച്ചിട്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഇനിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ സജഷൻസ് പറയണം, അത് ഞാൻ വളരെ ഇതായിട്ട് എടുക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് സജഷൻസ് പറയാം. ഇനി സജഷൻസ് പറയാൻ മടിയുള്ളവർക്ക് എനിക്ക് ഇമെയിൽ ചെയ്യാറുണ്ട് കുറേ പേരല്ല, ലൈക്ക് കുറച്ച് പേര്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിലും ചെയ്യാം. എൻ്റെ ഇമെയിൽ ഐ ഡി ഒക്കെ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം, motion501 എന്നാണ്. പിന്നെ ഫേസ്ബുക്ക് എല്ലാ ഡീറ്റെയിൽസും ഇതിൽ തന്നെ ഉണ്ട്, യൂട്യൂബിൽ തന്നെ ഉണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാൻ ഒരു പ്രശ്നമില്ല. എനിക്കിങ്ങനെ കമൻറ്റ് ചെയ്യാൻ മടിയുള്ളവരുണ്ട്, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ ആരാണ് ഡീറ്റെയിൽസ് ഒന്നും ഇതിൽ അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ, എന്തുണ്ടെങ്കിലും പറയാം. അപ്പോൾ വെയിറ്റ് ലോസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ, ഞാനിപ്പോൾ വെയിറ്റ് ഗെയിനാണ്, പിന്നെ വെയിറ്റ് ഗെയിനാണ് ചെയ്യണം. എന്നാൽ പോലും നമ്മൾ ഫുഡ് കാലറി ഒക്കെ നോക്കിയിട്ടാണ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് ഹെൽത്തി ഫുഡ് ആയതുകൊണ്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഈ റെസിപ്പിയൊക്കെ ഞാൻ ചെയ്യണതൊക്കെ എടുത്ത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് ചെയ്യണതിൻ്റെ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും ഞാൻ ഇപ്പോൾ ഹസ്ബൻഡിനും ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അത് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി, അപ്പോൾ അത് നമ്മൾ ചെയ്യാം. അപ്പം ഞാനിപ്പോൾ വെയിറ്റ് ഗെയിൻ എന്ന് ഉദ്ദേശിക്കണത് ഞാൻ എടുത്ത് പറഞ്ഞു, ഞാൻ ഒരിക്കലും വെയിറ്റ് ഗെയിൻ ആവാൻ വേണ്ടിയല്ല. എനിക്ക് ഇങ്ങനെ ഇരിക്കണതിന് ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ക്ഷീണിച്ചിരിക്കണതും അല്ലെങ്കിൽ ക്ഷീണിച്ചിരിക്കണം എന്നല്ല, ക്ഷീണിച്ച് തന്നെ ഞാൻ ഇരിക്കണം, അതിന് എനിക്ക് ഒരു പ്രശ്നമില്ല, ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. പക്ഷേ ഇത് ഹെൽത്തി ആവാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്യുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കുറച്ച് ടയേർഡാണ്. ഇവിടെ ഭയങ്കര ചൂടാണ്, ഇവിടെ സമ്മർ ആയതുകൊണ്ട് ചൂട് പറ്റണില്ല, ലിറ്ററലി എനിക്ക് പറ്റുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ഞാൻ ഡ്യൂട്ടിക്ക് പുറത്ത് ഇറങ്ങുമ്പോൾ മാത്രമുള്ള ചൂട് മതി. ഡ്യൂട്ടി അവിടെ ഈസിയാണ്, ഫുൾ ഈസിയാണ്, അപ്പോൾ നല്ല സുഖമായിരിക്കും. പക്ഷേ വീട്ടിൽ എനിക്ക് ഇരിക്കാനേ പറ്റുള്ള, 3 ഫാൻ ഉണ്ട്, എന്നിട്ട് പോലും എനിക്കിവിടെ ഇരിക്കാൻ പറ്റുള്ള, അങ്ങനെ പെട്ടെന്ന് ടയേർഡായിപ്പോൾ. പിന്നെ ഞാൻ വെള്ളം നന്നായിട്ട് കുടിക്കുന്നുണ്ട്, 8 ഗ്ലാസ് വാട്ടർ ആണ് കുടിക്കേണ്ടത്. അപ്പോൾ അത് ഞാൻ 8 അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഇന്നലെ തുടങ്ങിയതുകൊണ്ട് ഞാൻ ആകെ 6 ഗ്ലാസ് കുടിച്ചുള്ളൂ. സോറി ഗൈസ്, അത് ഞാൻ തെറ്റിച്ചായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അതും കുറച്ച് കുറവാണ്. പിന്നെ അതൊന്ന് ശരിയാക്കാനുണ്ട്, അത് ഞാൻ ചെയ്തില്ലല്ലോ, അത് നിങ്ങളോട് പറയണമല്ലോ. പിന്നെ ഞാൻ മോർണിംഗ് എഴുന്നേക്കാൻ തുടങ്ങിയത്, അതിനെക്കുറിച്ച് എനിക്ക് പറയണം. മോർണിംഗ് എഴുന്നേക്കാൻ തുടങ്ങിയത് ഞാൻ ഇത് തീരുമാനിക്കുന്നതിന് മുമ്പേ, ഈ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആക്കണം എന്നതിന് മുന്നേ തന്നെ ഞാൻ മോർണിംഗ് എഴുന്നേക്കാൻ തുടങ്ങി.
മോർണിംഗ് ഇന്ന് മീൻസ് പയ്യെയാണ് ഞാൻ ഈ 5 മണി ആക്കിയത്. അത് നിങ്ങളോട് എനിക്ക് പറയണം. അല്ലാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ 5 മണി ആക്കിയതോ, ഞാൻ 5 മണി പേഴ്സണും അല്ല. ഞാൻ ഭയങ്കരമായിട്ട് നൈറ്റ് പേഴ്സണാണ്. വളരെ വൈകി ഉറങ്ങണ ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ട് എത്രത്തോളം ലേറ്റ് ആകാൻ പറ്റും അത്രത്തോളം. പിന്നെ സാക്കിൻ്റെ സ്കൂൾ തുടങ്ങിയപ്പോഴേക്കും അങ്ങനെ 7:30ക്ക് എഴുന്നേക്കാൻ തുടങ്ങി. ഇടയ്ക്ക് പിന്നെ 7 ആക്കി, പിന്നെ 6:30 ആക്കി, പിന്നെ 6 ആക്കി. അങ്ങനെ പയ്യെയാണ് ഞാനിപ്പോൾ 5. അത് ഞാൻ എന്താണെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈലാക്കാൻ വേണ്ടി ഒന്നുമല്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കത് മോർണിംഗ് എഴുന്നേറ്റ് എനിക്ക് ഇതേപോലെ വീഡിയോസും കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ അങ്ങനെയൊക്കെ സമയം കണ്ടെത്താൻ വേണ്ടി അങ്ങനെ ഉദ്ദേശിച്ചിരിക്കണമായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ ഫുഡിന് വേണ്ടി ചിലവായിക്കുന്നുണ്ട്. ഫുഡിന് വേണ്ടി വീഡിയോയും ചെയ്യണുണ്ട്. അങ്ങനെ എനിക്കൊരു ഐഡിയ നമുക്ക് കിട്ടണമല്ലോ, എന്നാലാണല്ലോ ഇപ്പോൾ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ വീഡിയോസ് എടുക്കാം കേട്ടോ. എനിക്ക് ഇന്ന് വീഡിയോസ് എടുക്കാൻ പറ്റാത്തത് ഞാൻ വളരെ തിരക്കായിരുന്നു കൊണ്ടാണ്. എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടായിരുന്നു കാര്യം എനിക്ക് വീട്ടിൽ പോലും വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ടായിരുന്നു എനിക്ക് അങ്ങനെ പ്രോപ്പർ വീഡിയോ എടുക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഈ ചൂടത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇതിൽ ഇടാമെന്ന് ഞാൻ വിചാരിച്ചത്. പിന്നെ എനിക്ക് പറയാനുള്ളത് വേറെ എന്തോ ആഡ് ചെയ്യണം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം ഞാൻ പോയിൻ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ അപ്പം മറന്നു. ഞാനിപ്പോൾ എഴുതി വെക്കാറുണ്ട്. എനിക്ക് കുട്ടി ബുക്കല്ല, കുറേ ബുക്സ് ഉണ്ട് പലതായിട്ട്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അത് വേണമെങ്കിൽ ഷോർട്സ് ആയിട്ട് ഇടാം ഞാൻ. യെസ്. പിന്നെ എനിക്കിതിൽ പറയാനുള്ളത് ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എന്തോ ഞാൻ പറയണമെന്ന് വിചാരിച്ചിരുന്നതാണ്, പക്ഷെ ഞാൻ മറന്നു പോയി. എക്സ്പ്ലെയിൻ ചെയ്ത് പറയാത്ത അതെനിക്ക് പേഴ്സണലി മെസ്സേജ് വന്നിരുന്നു. അതെനിക്ക് ആ ഒരു അവസ്ഥ എനിക്ക് പേഴ്സണലി ഇങ്ങനത്തെ കാര്യമൊന്നും എനിക്ക് പറയാനും ഇങ്ങനെ സങ്കടമുള്ള കാര്യങ്ങൾ പറയാനും ഒന്നും ഇഷ്ടമുള്ള ഒരാളോട്. അപ്പം ഞാൻ ഇതിൽ പറഞ്ഞ തന്നെ ഇതിപ്പം ഷോർട്സിൽ പോയി ഞാൻ ഇട്ടില്ല. ബിക്കോസ് എനിക്ക് അങ്ങനത്തെ ഇതിലൂടെ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ അധികം ആൾക്കാർ കാണില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോങ് വീഡിയോയിൽ തന്നെ ചെയ്യണത്. എനിക്ക് അങ്ങനത്തെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് എങ്ങനെയാണ് വന്നത് അത് എന്നോട് ചോദിച്ചിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് അത്രയും ആഗ്രഹം അല്ലെങ്കിൽ അത്രയും ഇതിലുണ്ടെങ്കിൽ ഞാൻ പറയാം. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെ പറയണം എന്ന് ആഗ്രഹിക്കുന്നില്ല. ഞാൻ പിന്നീട് ഓക്കെ ടോട്ടലി ഓക്കെ ആവണ സമയത്ത് ഞാൻ പറയാം. ഞാൻ അങ്ങനെ ഓക്കെ ആയിട്ടില്ല. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ അങ്ങനെ കുറച്ച് ഡോക്ടേഴ്സിനെയും കാര്യങ്ങളും എനിക്ക് കാണിക്കാറുണ്ട്. എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. എനിക്ക് ജസ്റ്റ് ഹോർമോൺ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം അത്രയും എനിക്കൊരു ഡോക്ടറെ ഞാൻ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളൂ. GP അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുള്ളൂ. ടോക്കിംഗ് തെറാപ്പിക്ക് ഞാൻ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നാട്ടിൽ ഒരു കോണ്ടാക്ട് ഞാൻ വെച്ചിട്ടുണ്ട്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോണേ ഉള്ളൂ. അതും എനിക്ക് ഇന്ന് സാറ്റർഡേ ചെയ്യാൻ വേണ്ടി ഇരുന്നേച്ചാണ്. പക്ഷേ ഐ വാസ് സോ ബിസി വിത്ത് ഓൾ ദോസ് തിങ്സ്. അതുകൊണ്ട് എനിക്കതും നടന്നില്ല. അപ്പോൾ എനിക്കിപ്പം നമുക്ക് ഇത്രയൊക്കെ നമ്മൾ പെട്ടെന്ന് എല്ലാം ചെയ്യണം എന്ന് വിചാരിച്ച് പെട്ടെന്ന് നിങ്ങൾ തുടങ്ങാൻ നിൽക്കണ്ട. പയ്യെ ചെയ്താൽ മതി. ഞാൻ ഇത് പെട്ടെന്ന് ഈ ഡെസിഷൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പെട്ടെന്നായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു മോർണിംഗ് എഴുന്നേക്കണേക്കെ ഞാൻ പയ്യെ അതൊക്കെ നിങ്ങൾ ഇപ്പം പയ്യെ സ്റ്റാർട്ട് ചെയ്യണതായിരിക്കും നല്ലത്. പിന്നെ എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തേക്കണുണ്ട്. ഇപ്പോൾ സാലഡ്സൊക്കെ. പക്ഷേ ഞാൻ പറയണത് പയ്യെ സ്റ്റാർട്ട് ചെയ്യണതാണ് എന്തിനും നല്ലത്. ഇതിപ്പം എനിക്ക് എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ പെട്ടെന്ന് മാറ്റണം എന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് പെട്ടെന്ന് തന്നെ മാറ്റിയത്. മോർണിംഗ് എഴുന്നേൽക്കുന്നത് പെട്ടെന്നല്ല, ഞാൻ നേരത്തെ തന്നെ മാറ്റണമായിരുന്നു. എനിക്ക് ജേർണലിങ് എഴുതണം, അങ്ങനെ എനിക്ക് എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ബുക്സ് സ്റ്റേഷനറി ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ എഴുതാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളെന്ന് വെച്ചാൽ കഥ എഴുതണം എന്നല്ല പറഞ്ഞാൽ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. അപ്പം അങ്ങനെ ജേർണലിങ് ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര എന്ന് വെച്ചാൽ മോർണിംഗ് 5 മണിക്ക് എഴുന്നേറ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെയായിരുന്നു ഞാൻ ഇങ്ങനെ പയ്യെ ഇങ്ങനെ മോർണിംഗ് എഴുന്നേറ്റ് തുടങ്ങിയത്. പിന്നെ നൈറ്റ് സ്ലീപ്പ് ഓക്കെ ആക്കണം. നൈറ്റ് അപ്പം സത്യം പറഞ്ഞാൽ 10 ചിലപ്പോൾ 11 ആവും. അതിലും നേരത്തെ കിടക്കാൻ പറ്റുന്ന രീതിയിൽ കിടക്കണം എന്നാണ്. ഒരു 7 hours ഉറങ്ങണം എന്നാണ്. 7 to 8 പറയണത് ഉറങ്ങണം എന്നാണ്. പക്ഷെ അതെൻ്റെ ഉറക്കം അത്ര കറക്റ്റല്ല. ബിക്കോസ് ഞാൻ വന്ന് ഇതെല്ലാം ചെയ്ത് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ കഴിയുമ്പോഴേക്കും ലേറ്റ് ആവുന്നുണ്ട്. അതുകൂടി എനിക്ക് സെറ്റാകണം. നമുക്ക് പയ്യെ ചെയ്യാമല്ലേ? പയ്യെ അത് ചെയ്യാം. അപ്പോൾ എല്ലാം ഞാൻ പയ്യെ നിങ്ങൾക്ക് എൻ്റെ ലൈഫിൽ ഓരോ കാര്യങ്ങൾ പയ്യെ കാണിക്കാം. അല്ല പെട്ടെന്ന് എനിക്ക് എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കാനുള്ള ഇതില്ല. ബട്ട് ഓഫ് കോഴ്സ് ഞാൻ വീഡിയോസ് പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ നോക്കാം. ആൻഡ് എഡിറ്റ് ചെയ്യുമ്പം അത്യാവശ്യം നിങ്ങൾക്കെല്ലാം കാണിക്കുന്ന രീതിയിൽ എഡിറ്റ് ചെയ്യാൻ ശ്രമിക്കാം. എനിവേ മൺഡേ തൊട്ട് ഞാൻ നന്നായിട്ട് ആ വീഡിയോ എടുക്കാൻ നോക്കാം. നാളെയും എനിക്ക് കുറച്ച് പെൻഡിങ് വർക്ക് ഉണ്ട്. അതും കൂടി ചെയ്ത് വെച്ചാൽ എനിക്ക് കുറച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളും ഇനി അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു വീഡിയോക്ക് സ്ക്രിപ്റ്റും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല.
അപ്പോൾ എനിക്കിനി അതൊക്കെ സ്റ്റാർട്ട് ചെയ്യണം. സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് സ്ക്രിപ്റ്റ് ചെയ്യാനല്ല, അറ്റ്ലീസ്റ്റ് ഒന്ന് പോയിൻറ്റ്സെങ്കിലും നമ്മൾ എഴുതി വെച്ച ആ സമയത്ത് ആ വീഡിയോന് പറയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി വെക്കാം എന്ന് വിചാരിച്ചിട്ടല്ല. അത് സ്ക്രിപ്റ്റ് ചെയ്തൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. എൻ്റെ എല്ലാ വീഡിയോസും ഞാൻ പെട്ടെന്ന് ഇങ്ങനെ തോന്നണത് അപ്പം പറയണം. ഈ വീഡിയോ അടക്കം അങ്ങനെയാണ് ഞാൻ. ഈവൻ എൻ്റെ എല്ലാ പ്രൊമോഷൻ വീഡിയോസും അങ്ങനെയാണ്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇരുന്നൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബിക്കോസ് ഈ ടൈമിൻ്റെ പ്രശ്നം കാരണം ഇത്രയും കാര്യങ്ങളുള്ളതുകൊണ്ട്. അപ്പം ഞാൻ ഇനി കുറച്ച് പോയിൻറ്റ്സൊക്കെ ഉള്ളത് എഴുതി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിനൊക്കെ സമയം വേണമല്ലോ. പിന്നെ പയ്യെ ടൈമൊക്കെ ഒന്ന് കറക്റ്റ് ആക്കണം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റ് അത്രയും സമയം എനിക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ ഞാൻ അങ്ങനെ ആവാൻ ശ്രമിച്ചത്. അപ്പോൾ നാളെയും കുറച്ച് ഞാൻ ബിസി ആയിരിക്കും. എന്നാലും എൻ്റെ കാര്യങ്ങൾ നിങ്ങൾ കാണിക്കുന്നുണ്ടാവും പയ്യെ. ഇന്നിപ്പം ഞാൻ നിങ്ങളെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റിൽ ഡ്രിങ്ക് ഞാൻ കാണിച്ചില്ല, അതേപോലെ നിങ്ങൾക്ക് പയ്യെ കാണിക്കാം കേട്ടോ. അപ്പം അത്രയൊക്കെയല്ല. ഇനി എനിക്ക് പ്രീ വർക്കൗട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വർക്കൗട്ട് ചെയ്യണം. പ്രീ വർക്കൗട്ട് ഇപ്പോൾ ഞാൻ എടുത്തത് സെയിം ഇന്നലത്തെ ഫുഡ് തന്നെയാണ് ഇന്നും ഞാൻ കഴിച്ചത്. കാര്യം ഇപ്പം ബ്ലൂബെറി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചീത്തായി പോകില്ല. നമ്മൾ എന്തിനാ അത്രയും സാധനങ്ങൾ ചെയ്തൊക്കെ അത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ട് അത് അത്രയും നിൽക്കില്ലല്ലോ. അപ്പോൾ അതൊക്കെ തന്നെ ആയിരിക്കും കണ്ടിന്യൂ 2-3 ദിവസത്തേക്ക് അതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ തിങ്കളാഴ്ച തൊട്ട് അങ്ങനെ വേറെ ഫുഡ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇന്നലത്തെ ഫുഡ് തന്നെ ആയിരിക്കും. ഇന്നലത്തെ ഫുഡ് മീൻസ് ലൈക്ക് ഇന്നലത്തെ സെയിം റെസിപ്പീസ് തന്നെയാണ് ഞാൻ ഇന്നും ചെയ്തത്. അപ്പോൾ വേറെ റെസിപ്പീസും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ ചെയ്യണം. എല്ലാം എനിക്ക് അഴിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോന്ന് പയ്യെ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഇന്നും ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ പ്രീ വർക്കൗട്ട് ആയിട്ട് ഇന്നും ഞാൻ സ്വീറ്റ് പൊട്ടാറ്റോ ആയിരിക്കും കഴിക്കണത്. സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കഴിക്കണമെങ്കിൽ ഞാനത് കാണിക്കണില്ല. അത് കഴിച്ചിട്ടായിരിക്കും ഞാനത് കഴിഞ്ഞിട്ട് എക്സസൈസ് ചെയ്യും. വിത്തിൻ ഹാഫ് ആൻ അവർ അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എക്സസൈസ് ചെയ്യാതാണ് എൻ്റെ പ്ലാൻ. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡിന്നർ കഴിക്കും. ഡിന്നർ എപ്പോഴും നേരത്തെ കഴിക്കാൻ ശ്രമിക്കാനാണ് അവർ പറയണത്. അപ്പം അത് ഇന്നിപ്പോൾ സാറ്റർഡേ ആയതുകൊണ്ട് എനിക്ക് പറ്റും. പക്ഷെ വർക്ക് ചെയ്യുമ്പം എനിക്ക് അങ്ങനെ പറ്റാറില്ല. അതും നമുക്ക് പറ്റില്ലല്ലോ. ലൈക്ക് വർക്കൗട്ട് ചെയ്യണം, പിന്നെ ഡിന്നർ കുറച്ച് വൈകാറുണ്ട്. മാക്സിമം എനിക്ക് പറ്റണം അത്രയും നേരത്തെ ഞാൻ കഴിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കറക്റ്റ് ആക്കേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയത് വെള്ളമാണ്. വാട്ടർ ഇൻടേക്ക് അത് ഭയങ്കര നല്ലതാണല്ലോ, അത് ചേർക്കണം. പിന്നെ ഞാൻ സപ്ലിമെൻ്റ് എടുക്കാൻ തുടങ്ങി. ഞാൻ 3 സപ്ലിമെൻ്റാണ് എടുക്കുന്നത്. ഞാൻ നിങ്ങളോട് എടുത്ത് പറയാം, എപ്പോഴും നിങ്ങളുടെ എന്തൊക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ബ്ലഡ് ടെസ്റ്റ് കഴിയാതെ നിങ്ങൾ വെറുതെ തോന്നിയ പോലെ സപ്ലിമെൻറ്റ്സ് എടുക്കരുത്. അങ്ങനെ എടുക്കുന്ന ആൾക്കാരെ എനിക്കറിയാം, ഞാൻ അങ്ങനെ പറയില്ല. ഞാനടക്കം എൻ്റെ ലെവലൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞാനിത് ഇപ്പം അയൺ ടാബ്ലറ്റ് എടുക്കുന്നത്. ഞാൻ B12 പിന്നെ വൈറ്റമിൻ ഡിയും ഈ 3 എണ്ണമാണ് ഞാനിപ്പോൾ എടുക്കാൻ തുടങ്ങുന്നത്, ഡെയിലി എടുക്കാൻ. ഇന്നലത്തെ സ്റ്റാർട്ട് ചെയ്തേ. ഇന്നലെ ഞാൻ അയൺ സ്റ്റാർട്ട് ചെയ്ത്, ഇന്ന് 2 ഇപ്പോൾ വൈറ്റമിൻ ഡി ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ പയ്യെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാനുള്ളൂ ഞാൻ. അപ്പോൾ അത്രയാണ് എൻ്റെ അപ്ഡേറ്റ്സ്. ഞാൻ സാക്കിനായിട്ടൊന്ന് പുറത്ത് പോകണേ. വേറെ ഒന്നല്ല, ഒരാൾ തന്നെ റെഡിയായിട്ട് ഞാൻ കടയിൽ പോകണമെന്ന് പറഞ്ഞത് ഉച്ചക്ക് പോകണമെന്ന് ചോദിച്ചു. അപ്പം സാക്കിന് ഐസ്ക്രീം വേണം. പിന്നെ ചൂടല്ല, ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അവിടെ ഒച്ചപ്പാടും ബഹളമാണ്. അപ്പം സാക്കിനായിട്ട് ഞാനൊന്ന് ഷോപ്പിങ്ങിന് പോയിട്ട് വരാം. ഇവിടെ അടുത്താണ്. അപ്പം പക്ഷെ ഞാൻ ഐസ്ക്രീം കഴിക്കില്ല, സാക്കിന് മാത്രം. Thank you. For dinner, I'm making a simple spinach egg roll. Dinner heavy ആക്കണമെന്നൊന്നുമില്ല. I prefer something balanced, filling and easy to make after a busy day. But eggs are a great source of high quality protein which helps keep us full and supports muscle health. Spinach is packed with nutrients like iron, folate and vitamin K, making it a great way to add more greens to the meal. നമ്മൾ ഹെൽത്തി ഫുഡ് കഴിക്കുമ്പോൾ അത് കോംപ്ലിക്കേറ്റഡ് റെസിപ്പീസ് ആവണമെന്നില്ല. സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചും ന്യൂട്രീഷ്യസ് മീൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. വൺ തിങ് ഐ എം ലേണിംഗ് ഇൻ ദിസ് ജേർണി ഈസ് ദാറ്റ് കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പെർഫെക്ഷൻ. എവറി ഹെൽത്തി മീൽ ഈസ് വൺ മോർ സ്റ്റെപ്പ് ടുവേർഡ്സ് എ ഹെൽത്തിയർ ലൈഫ് സ്റ്റൈൽ. റിമെമ്പർ, ഡോണ്ട് തിങ്ക് ഓഫ് ഹെൽത്തി ഈറ്റിംഗ് ആസ് എ ഷോർട്ട് ടേം ഡയറ്റ്. This is taking care of your future self and one meal at a time.
പിന്നെ ഞാൻ കുക്കിങ്ങിന് വേണ്ടി ഒലിവ് ഓയിൽ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാനത് തുടങ്ങിയത് ബാലു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തുടങ്ങി ഞങ്ങൾ ഇവിടെ ഒലിവ് ഓയിലാട്ടോ യൂസ് ചെയ്യണത്. ഒലിവ് ഓയിലാണ് ഡയറ്റ് ചെയ്യുമ്പോൾ നല്ലത്. പിന്നെ എന്താ പറയുക, ആൻഡ് ഐ എം സോ ഹാപ്പി ഇതെനിക്ക് നിങ്ങളെയും കാണിക്കാൻ പറ്റണതും ഡെയിലി ഇതേപോലെ അപ്ലോഡ് ചെയ്യാൻ പറ്റണതും ഇനിയും ഇതേപോലെ ആവാൻ പറ്റട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഫുഡൊക്കെ സെയിം തന്നെയാണ്. ഇപ്പോൾ ഡിന്നർ ബാലുവിന് ഞാൻ സെയിം തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. ആൻഡ് ഐ എം സോ ഹാപ്പി. എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ റിസൾട്ട്സ് നല്ലത് കിട്ടുമ്പോൾ ഞാൻ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ആരാണ് എന്നെ ട്രെയിൻ ചെയ്യണതെന്ന് പറയാം കേട്ടോ. പണിയൊക്കെ കഴിഞ്ഞു. ഞാൻ ഇനിയിപ്പോൾ ഭയങ്കരമായിട്ട് വയർക്കണേണ്. അപ്പം ബാലുവിൻ്റെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് നൈറ്റിലേക്ക് ഡിന്നറെല്ലാം കഴിഞ്ഞു. ഇനി എനിക്ക് കുളിക്കണം, പിന്നെ സ്കിൻ കെയർ ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ അത് തിരിച്ചു കൊടുക്കും. സാക്കു അമ്മ ഇപ്പം തരാം. ഇപ്പോഴേ സാക്ക് വന്നിട്ടുണ്ട്. എന്നാ അത് സാക്കുവിനെ അമ്മ കുളിപ്പിക്കുക ഇപ്പം. എന്നാ നോയ്സ്. അപ്പം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് മറന്നുപോയി. ലൈറ്റ് ഇല്ല എന്നിട്ടൊന്നും കാണില്ല. താങ്ക് യു. അപ്പോൾ സോ പറഞ്ഞുകൊണ്ടിരുന്ന വെച്ചാൽ അതെ, കുളിക്കണം, സ്കിൻ കെയർ ചെയ്യണം. അപ്പോൾ ഞാനിനി വീഡിയോ എടുക്കണില്ല. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ നാളെ തുടങ്ങിയുള്ള വീഡിയോസ് അല്ലെങ്കിൽ മൺഡേ തുടങ്ങിയല്ല. കാര്യം നാളെ എനിക്ക് കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ അതെടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്യാം. കാര്യം എൻ്റെ ഫോണിൽ നോക്കിയൊക്കെയാണ് ഞാൻ ചിലത് ചെയ്യണത്. അപ്പോൾ എനിക്ക് ഫോണിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ വേറെ ഫോണിപ്പോൾ ബാലു ഇല്ലാത്തതുകൊണ്ട് ബാലു വർക്കിന് പോകും. അപ്പോൾ എനിക്ക് എടുക്കാൻ പറ്റില്ല. അപ്പം യെസ്, അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടെ തന്നെ അവസാനിപ്പിക്കണേന്. കാര്യം ഇനിയുള്ള വ്ളോഗ്സൊക്കെ ചെയ്യാട്ടെ. ഇതിപ്പോൾ ഞാൻ സ്പിനാച്ച് റോളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വീറ്റ് ആണ് വേണ്ടത്, പക്ഷെ വീട്ടില്ല. പിന്നെ കുറച്ച് പ്രീ വർക്കൗട്ടിന് വേണ്ടി ഇത് ചെയ്ത് വെച്ച സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ട്, അതും കുറച്ച് റൈത്തയും കൂടിയാണ് ഞാൻ കഴിക്കാൻ പോണത്. യെസ്, അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വ്ളോഗ്. ആൻഡ് താങ്ക് യു. കുളിച്ച് ഞാൻ റെഡി ആയിട്ടൊക്കെ നാളെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. തന്നെ ഞാൻ ടയേർഡാണ്. വർക്കൗട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്കത് 30 മിനിറ്റ് ആയിരുന്നു, പക്ഷെ അത് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. സ്റ്റിൽ എൻ്റെ ഫുഡ് ഞാൻ കറക്റ്റ് ചെയ്ത് വർക്കൗട്ട് ആകെ ഞാൻ 50 മിനിറ്റ്സേ ചെയ്തുള്ളൂ. ഫുഡ് സക്സസ് ആയിട്ടോ. അപ്പം സക്സസ്ഫുള്ളി സെക്കൻഡ് ഡേ കംപ്ലീറ്റഡ്. പിന്നെ വർക്കൗട്ടിന് മാത്രം ഒരു ഇത് വന്നത് പ്രശ്നമില്ല. എനിക്ക് ബെറ്റർ ആവുമല്ലോ. ഓരോ സ്റ്റെപ്പിൽ ചില മിസ്റ്റേക്കൊക്കെ ഉണ്ടാവും. പയ്യല്ലേ നമ്മൾ ഇത് ചെയ്യേണ്ടത്. എന്നാലും ബെറ്ററായി. എനിക്ക് ഡേറ്റും ഫുഡിൻ്റെ കാര്യത്തിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഐ എം സോ ഹാപ്പി. നമുക്ക് നാളെ കാണട്ടെ.